പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഹെഡിങ് എഴുതിക്കോളൂ, പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരും ഇന്ന് രാവിലെ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരും സ്പേസ് വിട്ടിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതാൻ. കാരണം ഇന്നലെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെയാണ് ഇന്ന് ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചത്. അപ്പോൾ 2 ക്ലാസ്സും കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പം പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എഴുതിക്കോ. ഇവിടെ നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ എല്ലാവരും ശ്രദ്ധിച്ചോണം. A is equal to V minus U divided by T. നമുക്കറിയാം, എഴുതിക്കോ, എൻ്റെ കൂട്ടത്തിൽ എഴുതി നോക്കൂ. A is equal to V minus U by T ആണോ? ആണ്. ഈ ടീനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AT is equal to V minus U എന്ന് കിട്ടിയല്ലോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം total displacement is equal to average velocity into time എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ എസ് എന്നും ആവറേജ് വെലോസിറ്റിനെ വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 എന്നുമായിരുന്നു നമ്മൾ എഴുതിയത്. ആവറേജ് വെലോസിറ്റിക്ക് 2 ഇക്വേഷൻ എഴുതിയായിരുന്നു. എന്തൊക്കെയാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം എന്ന് എഴുതിയായിരുന്നു. പിന്നെന്താ? വി പ്ലസ് യു ബൈ 2 എന്ന് എഴുതിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ആവറേജ് വെലോസിറ്റിക്ക് വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇൻറ്റു എന്താണ്? ടൈം. ഇവിടെ ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ ഒന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഈ ടൈമിനെ നേരെ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. 2നെ നേരെ ഇങ്ങോട്ടേക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ നോക്കിയേ, 2s ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു. ഓക്കെ, ജ്യോതിസ് ഓക്കെ ആണോ? ജ്യോതിസിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇംഗ്ലീഷ് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ടാണോ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോണം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചോ, ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ചിട്ട് എഴുതിക്കോ. അതായത് ഇക്വേഷൻ 1ന്റെ LHS എന്തുവാ? AT ഇൻറ്റു ഇക്വേഷൻ 2ന്റെ LHS എന്താ? 2s ബൈ ടി. അത് 2 ഇൻറ്റു ചെയ്തു ഈക്വൽ ടു. ഇനിയും ഇക്വേഷൻ 1ന്റെ RHS എന്താ? വി മൈനസ് യു ഇൻറ്റു ഇക്വേഷൻ 2ന്റെ RHS എന്താ? വി പ്ലസ് യു. കണ്ടോ, അത് തമ്മിൽ ഇൻറ്റു ചെയ്തു. ഓക്കെ ആണോ? ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. ഇനിയും ഈ ടീയും കട്ടായിപ്പോയി. കട്ടായോ? LHSലുള്ള 2 ടീകൾ തമ്മിൽ കട്ടായിപ്പോയി. ബാക്കി 2as എന്ന് വരും ഇവിടെ ആണല്ലോ. ഈസികൾ. ഇത് നിങ്ങളൊന്ന് നോക്കി, ഇത് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ഫോമിലല്ലേ കിടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വി പ്ലസ് വി ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസിക്വൾ ടു എന്താ? 2as എന്ന് പഠിച്ചായിരുന്നു. അതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആൻഡ് ഫൈനൽ ഇക്വേഷൻ. ഒന്നുകൂടെ പറയാമോ? ഓക്കെ, എവിടം തൊട്ടാ പറയേണ്ടത്? കട്ടായി എന്താണ്? ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കൊരു കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി നിൽക്കരുത്. നമ്മളൊരു ഡെറിവേഷൻ പഠിപ്പിക്കുമ്പോൾ ഒരു 2 പേജ് കാണും ഒരു ഡെറിവേഷൻ. ആ ഡെറിവേഷൻ ഫുള്ള് പറഞ്ഞു എന്നിട്ട് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അത് ഫുള്ള് വീണ്ടും ഒന്നുകൂടെ പറയേണ്ടി വരും. സമയം വെറുതെ പോകും. അപ്പോൾ എവിടെയാണോ മനസ്സിലാവാത്തത് അവിടം തൊട്ട് അപ്പോഴത്തേക്കും എന്നോട് ചോദിക്കുക, ആ സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറഞ്ഞാൽ അവിടം തൊട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നോക്കിയോ. അപ്പം ഇവിടെ നോക്കിയോ, ഇവിടെ എന്താണ് സ്റ്റെപ്പ് 1 ഇൻറ്റു സ്റ്റെപ്പ് 2 ചെയ്താണോ മനസ്സിലാവാത്തത്? ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 1ന്റെ LHS എന്ന് പറയുമ്പോൾ എന്താ? ഇക്വേഷൻ 1ന്റെ LHS എന്ന് പറയുമ്പോൾ AT ആണ്. ഇക്വേഷൻ 2ന്റെ LHS എന്ന് പറയുമ്പോൾ എന്താണ്? 2s ബൈ ടി ആണ്. അപ്പോൾ ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ LHSലുള്ള ഇൻറ്റു ഇവൻ്റെ LHS ഈസിക്വൽ ടു അവൻ്റെ RHSലുള്ളത് ഇൻറ്റു ഇവൻ്റെ RHS. അങ്ങനെയല്ലേ? അപ്പം നോക്കിയോ, ആദ്യത്തേത് AT ഇൻറ്റു 2s ബൈ ടിയും ഇപ്പുറത്തേത് എന്താണ്?
ആർ എച്ച് എസിലുള്ളത് വി മൈനസ് യു ആണ്, ഇവൻ്റെ ആർ എച്ച് എസിലുള്ളത് വി പ്ലസ് യു ആണ്. എടേ എ ഈസ് ഈക്വൽ ടു ഇസഡ്, ബി ഈസ് ഈക്വൽ ടു വൈ. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എ ഇൻറ്റു ബി വിൽ ബി ഈക്വൽ ടു ഇസഡ് ഇൻറ്റു വൈ എന്ന് എഴുതും. ആണോ? അതേ പറഞ്ഞുള്ളൂ ഇവിടെ. മനസ്സിലായോ അനുഷ്കയ്ക്ക്? മനസ്സിലായി. ഓക്കെ ആണോ? ക്രിസിനൊക്കെ ഓക്കെ ആണോ? ക്രിസിൻ യെസ് സർ, ഓക്കെ ആണ്. ഓക്കെ. പാർവണയ്ക്കും അനഘയ്ക്കും ഒക്കെ ഓക്കെ ആണോ? പാർവണ, അനഘ, അമൽ, സൂര്യഗായത്രി ഓക്കെ ആണ് സർ. ഓക്കെ സർ. ഓക്കെ. ഇനി ആരെങ്കിലും പേര് ചോദിക്കാറുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ, ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഗ്രാഫിക്കൽ കൺസെപ്റ്റുകൂടെ ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് പഠിക്കാം. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായിട്ട് പഠിക്കാം. അതായത് നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ പഠിക്കാനുണ്ട്, വെലോസിറ്റി ടൈം റിലേഷൻ പഠിക്കാനുണ്ട്. പൊസിഷൻ വെലോസിറ്റി റിലേഷനും ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലോട്ട് പഠിപ്പിക്കാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇപ്പോൾ ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഓരോ ഗ്രാഫ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം നിങ്ങൾ ഹെഡിങ് എഴുതാം. നമുക്ക് ഗ്രാഫ് പഠിക്കുന്നതിന് മുമ്പ് ഏതാ ടോട്ടൽ ഗ്രാഫ് പറയുകയാണെങ്കിൽ 9 ഗ്രാഫ് പഠിക്കാനുണ്ട്. ആണോ? +1 അല്ല, 9 അല്ല +1, 9 അല്ല +1. നോക്കിയോ? അപ്പം എഴുതിക്കോളൂ. അത് പഠിക്കുന്നതിന് മുമ്പ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ ചെറിയൊരു ഹെഡിങ് എഴുതിക്കോ. റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി ചെറിയ ഹെഡിങ് എഴുതുക. റിലേറ്റീവ് വെലോസിറ്റി. എന്നിട്ട് താഴെ എഴുതുക റിലേറ്റീവ് വെലോസിറ്റി of a body with respect to another body is the rate of displacement of first body relative to second body. ഈ ഒരു പ്രതിഭാസം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എല്ലാവരും? അപ്പോൾ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ മറ്റേ ട്രെയിൻ ഓടുവാണെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ ഓടുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഈ റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മറ്റേ ആളുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു മറ്റേ ആളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളപ്പം നോക്കുന്നത്. അപ്പം മറ്റേ ട്രെയിൻ മൂവ് ചെയ്താലും നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്നൊരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ്. ഒന്നും പഠിക്കാനല്ല, ആ സാധനം മനസ്സിലാക്കുക. റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. അതായത് നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജനലിൻ്റെ അടുത്തല്ല, ജനലിൻ്റെ ഇപ്പം അതായത് 3 പേരിരിക്കുന്ന സൈഡുണ്ടല്ലോ, ആ 3 പേരിരിക്കുന്ന സൈഡിൽ നിങ്ങൾ ആ ആൾക്കാർ നടക്കുന്ന ആ സൈഡിലായിരിക്കുന്നതെന്ന് വിചാരിച്ചു. എന്നിട്ട് നിങ്ങൾ ജനലിൻ്റെ വെളിയിലോട്ട് നോക്കുക. ഒരു ട്രെയിൻ പോകുന്ന മാത്രം ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വേറെ അറ്റ്മോസ്ഫിയർ ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ട്രെയിൻ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? പക്ഷേ തിരിച്ചിപ്പോൾ പ്ലാറ്റ്ഫോമിലോട്ട് തിരിച്ച് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അയ്യോ നമ്മുടെ ട്രെയിൻ റെസ്റ്റിലാണല്ലോ എന്നുള്ളത്. അതും റിലേറ്റീവ് വെലോസിറ്റിയാണ്. അതെല്ലാം റിലേറ്റീവ് വെലോസിറ്റിയാണ്. 2 ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി തമ്മിൽ റിലേറ്റ് ചെയ്ത് പറയുന്നതിനാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തന്നെ ഇങ്ങനെയുള്ള പ്രതിഭാസത്തിലൂടെ. ഓക്കെ ആണല്ലോ? അപ്പോൾ തൽക്കാലം വേറെ ഒന്നും മനസ്സിലാക്കി വെക്കേണ്ട, ഇത്ര മാത്രം പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പോലും അറിയത്തില്ല. ഈ ടോപ്പിക് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ 1-2 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ആപ്ലിക്കേഷൻ ലെവലിൽ. നമുക്ക് ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിനെ പറ്റിയാണ്. ഗ്രാഫിൽ നിന്ന് ഡെറിവേഷൻ അല്ല പഠിക്കാൻ പോകുന്നത്, പ്യുവർലി ആ ഗ്രാഫിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാഫിൽ നിന്ന് ഡെറിവേഷൻ പഠിക്കുന്ന അവസാനം പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് എന്ന് എഴുതിക്കോ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒന്നാമത്തെ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ്.
ശരിക്കും 9ാം ക്ലാസ്സിൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഒരു ഗ്രാഫാണ് നിങ്ങൾ പഠിച്ചത്. ഇവിടെ ആ ഗ്രാഫിൻ്റെ 3 കേസ് പഠിക്കുന്നുണ്ട്, 3 ഗ്രാഫ് പഠിക്കണം. 3 അല്ല, നമുക്ക് എത്ര നമ്മൾ കേസ് കൺസിഡർ ചെയ്തിരിക്കുന്നത് 3, 4, 5 ഒക്കെ ആക്കാം. നമുക്ക് 3 എണ്ണത്തിൽ ഒതുക്കാം. നോക്കാം. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ടൈം ഗ്രാഫാണ്. ഈ 3 ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഈ 3 ഗ്രാഫിൻ്റെ 3 കേസ് വെച്ച് 9 ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ 9 ഗ്രാഫായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കത്തില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ന്യൂമറിക്കൽ ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയോ, പൊസിഷൻ ടൈം ഗ്രാഫ്. എഴുതിക്കോ, പൊസിഷൻ ടൈം ഗ്രാഫ്. എന്നിട്ട് കേസ് 1 എന്ന് കൊടുത്തിട്ട് ബോഡി അറ്റ് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അതായത് ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ഒന്നും നിങ്ങൾ വരയ്ക്കേണ്ട, ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. നോക്കിക്കോ, ശ്രദ്ധിച്ചോ എല്ലാവരും. ഞാനൊരു മേശ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ മേശയുടെ മണ്ടയ്ക്ക് ഒരു ബുക്ക് ഇരിക്കുകയാണ്. ഓക്കെ, ഈ മേശയുടെ ഈ ബുക്ക് ഇരിക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നറിയാമോ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 മീറ്ററാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. ഈ അവസ്ഥയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. പൊസിഷൻ ടൈം എന്ന് പറയുമ്പോൾ പൊസിഷൻ വൈ ആക്സിസിൽ, ടൈം എക്സ് ആക്സിസിൽ. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ 10 മണിയായപ്പോൾ ബുക്ക് കൊണ്ട് അവിടെ വെച്ചു. എനിക്ക് 12 മണി വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു. ആ ബുക്ക് ഞാൻ മറന്നുപോയി. എന്തായിരിക്കും അവസ്ഥ? ആ ബുക്ക് എന്ത് ചെയ്യുക? അവിടെ തന്നെ ഇരിക്കുകയാണ്. അതായത് 10 മണിയാകുമ്പോഴും ബുക്ക് അവിടെ, 11 മണിയാകുമ്പോഴും ബുക്ക് അവിടെ, 12 മണിയാകുമ്പോഴും ബുക്ക് അവിടെ, 1 മണിയാകുമ്പോഴും ബുക്ക് അവിടെ, 2 മണിയാകുമ്പോഴും ബുക്ക് അവിടെ, ഞാൻ എടുക്കുന്നിടം വരെ ബുക്ക് അവിടെ. അപ്പം ബോഡി റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് നോക്കാം. ബോധമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. നോക്കിക്കോ, ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുക. ടൈം ആയിരിക്കും നമ്മുടെ എക്സ് ആക്സിസിൽ കോർഡിനേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. പൊസിഷൻ ആയിരിക്കും, പൊസിഷൻ എന്ന് പറയുമ്പോൾ എക്സ് ആണ്. പൊസിഷൻ പേനയും കൊണ്ട് തന്നെ വരച്ചാൽ മതിയടാ. പേനയും കൊണ്ട് തന്നെ വരയ്ക്കേ. പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആണ്. എക്സ് വെച്ചിട്ടായിരിക്കും പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ടി വെച്ചിട്ടായിരിക്കും ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത്. ടൈം സെക്കൻഡിലും പൊസിഷൻ മീറ്ററിലായിരിക്കും എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഇതുണ്ട്. ഇവിടെ 1 മീറ്റർ, ഇവിടെ 2 മീറ്റർ, ഇവിടെ 3 മീറ്റർ, ഇവിടെ 4 മീറ്റർ കൊടുക്കാം. ഇവിടെ 1 സെക്കൻഡ്, ഇവിടെ 2 സെക്കൻഡ്, ഇവിടെ 3 സെക്കൻഡ്, ഇവിടെ 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 6 സെക്കൻഡ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെക്കൻഡിൽ ആ ബുക്കിൻ്റെ പൊസിഷൻ എത്രയിലാണ് അർജുനെ? ഒന്നാമത്തെ സെക്കൻഡിൽ ആ ബുക്കിൻ്റെ പൊസിഷൻ എത്രയാ? 1. അല്ല, ഒന്നാമത്തെ സെക്കൻഡിൽ ആ ബുക്കിന്റെ പൊസിഷൻ പൊസിഷൻ എവിടെയാ? 10 മണിക്ക് ആ ബുക്കിന്റെ പൊസിഷൻ എവിടാ? 10 മണിക്ക് അവിടെ തന്നെ. അത് എത്ര പൊസിഷൻ എവിടെ? എങ്ങനെയാ? പടം നോക്കടാ. എത്ര ഹൈറ്റിലാടാ ഇരിക്കുന്നത്? 3. അപ്പം ഓക്കെ. അപ്പം ഫസ്റ്റ് സെക്കൻഡിലും പൊസിഷൻ 3 ആണ്. രണ്ടാമത്തെ സെക്കൻഡിലും പൊസിഷൻ 3ലാണ്. മൂന്നാമത്തെ സെക്കൻഡിലും പൊസിഷൻ 3ലാണ്. നാലാമത്തെ സെക്കൻഡിലും പൊസിഷൻ 3ലാണ്. അഞ്ചാമത്തെ സെക്കൻഡിലും പൊസിഷൻ, ആറാമത്തെ സെക്കൻഡിലും പൊസിഷൻ 3 തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസ്. ഇനി ഗ്രാഫിന്റെ ഫീച്ചർ എഴുതണം. ഇവിടുത്തെ ഏത് കോർഡിനേറ്റാ സെയിം ആകുന്നത്? സെയിം ആയിട്ടിരിക്കുന്ന ഏത് കോർഡിനേറ്റാ? വൈ കോർഡിനേറ്റ് എന്താ? വൈ കോർഡിനേറ്റ് എന്താ എടുത്തിരിക്കുന്നത് ഇവിടെ? അപ്പോൾ പൊസിഷൻ കോർഡിനേറ്റ് വിൽ നോട്ട് ചേഞ്ച് ഇല്ലേ? അല്ലെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ലെ, റിമെയിൻസ് സെയിം. അങ്ങനെ എഴുതാം. നോക്കിയോ, പൊസിഷൻ കോർഡിനേറ്റ് റിമെയിൻസ്
സെയിം, റിമെയിൻസ് സെയിം. അടുത്തത് രണ്ടാമത്തേത്, ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇല്ലേ? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇവിടെ ചരിവ് വല്ലതും ഉണ്ടോ? ഗ്രാഫിന് ചരിവുണ്ടോ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നൊരു സാധനമാണ് ചരിവ്, സ്ലോപ്പ്. ഈ ഗ്രാഫ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞ് നമ്മൾ എവിടേക്കോ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? 10ാം ക്ലാസ്സിൽ എവിടേക്കോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്ലോപ്പ്. ഓക്കെ, അപ്പം സ്ലോപ്പ് ഇവിടെ എന്താ? സ്ലോപ്പ് ഉണ്ടോ ഇവിടെ? ഇല്ല. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് ഈസ് 0 എന്ന് എഴുതാം. ചരിവില്ല ഗ്രാഫിന്, സ്ലോപ്പ് ഈസ് 0. അതിനല്ലേ പാരലൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞോ? ഈ 0 SLOPE. ഓക്കെ, അപ്പോൾ കേസ് 1 എല്ലാം കഴിഞ്ഞില്ലേ? ഇനി പൊസിഷൻ ലൈൻ ഗ്രാഫ് വീണ്ടും വരയ്ക്കണം. എന്താണ് കേസ് 2? കേസ് 2 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. നോക്കിക്കോളൂ, കേസ് 2 ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. കേസ് 2 ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? എ ബോഡി കവേഴ്സ് അത് ഈ പടം വരച്ചു. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസമേ പറഞ്ഞാണ് ധനുവിനോട് അവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെ അതേപോലെ തന്നെ വരച്ചു വെക്കണമെന്ന്. നോക്കിക്കോ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നോക്കിക്കോളൂ, ഞാൻ ഇത് 0-ൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടം വരെ 10 മീറ്റർ, 0 നിന്ന് ഇവിടം വരെ 20 മീറ്റർ, 0 നിന്ന് ഇവിടം വരെ 30 മീറ്റർ, 0 നിന്ന് ഇവിടം വരെ 40 മീറ്റർ, 0 നിന്ന് ഇവിടം വരെ 50 മീറ്റർ എന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് വരയ്ക്കാനുള്ള പറഞ്ഞു തരുന്നത്. ഇത് വരച്ചിട്ടോ 50 മീറ്റർ. ഓക്കെ, ഇത് വരയ്ക്കാനാണ് പറഞ്ഞത്, വേറെ ഒന്നും. ഇത് വരയ്ക്കും 50 മീറ്റർ. ഓക്കെ, ആദ്യത്തെ 10 മീറ്റർ ഞാൻ പോകാൻ എടുക്കുന്ന ടൈം 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അടുത്ത 10 മീറ്റർ ഞാൻ പോകാൻ എടുക്കുന്ന ടൈം എത്ര? 1 സെക്കൻഡ്. അടുത്ത 10 മീറ്റർ ഞാൻ പോകാൻ എടുക്കുന്ന ടൈം 1 സെക്കൻഡ്. അടുത്ത 10 മീറ്റർ ഞാൻ പോകാൻ എടുക്കുന്ന ടൈം 1 സെക്കൻഡ്. അടുത്ത 10 മീറ്റർ ഞാൻ പോകാൻ എടുക്കുന്ന ടൈം എത്ര? 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ 10 മീറ്റർ ഞാൻ പോകാൻ എടുത്ത ടൈം 1 സെക്കൻഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോ സെഗ്മെന്റിലെയും സ്പീഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റി നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിൾ ആണോ? ഇതിന്റെ ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇതേപോലെ തന്നെ വരയ്ക്കുക. ഇതിന്റെ ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അതവിടെ ഇവിടെ നോക്കിയോ. ഇനിയും ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഗ്രാഫിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ടൈമാണ്, എക്സ് ആക്സിസ്. മറ്റേന്ന് പറയുമ്പോൾ പൊസിഷനാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ? പൊസിഷനാണ്. ഓക്കെ, പൊസിഷൻ്റെ അളവ് ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ആദ്യം പൊസിഷൻ എന്തായിരുന്നു? 10 മീറ്റർ ആയിരുന്നു. പിന്നത്തെ പൊസിഷൻ എത്ര? 20 മീറ്ററായി. പിന്നത്തെ പൊസിഷൻ 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ. അത് വൈ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്തു. അതേപോലെ തന്നെ ആദ്യത്തെ
10 മീറ്റർ ട്രാവൽ ചെയ്തത് 1 സെക്കൻഡ് ആണോ? അടുത്ത മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ 0-ന്ന് എത്ര സെക്കൻഡായി? 2 സെക്കൻഡായി. 2 സെക്കൻഡ് അല്ലേ? അതായത് ഈ വണ്ണും കൂടെ കൂട്ടുമ്പോൾ മൊത്തം 2 സെക്കൻഡ്. അടുത്തത് എന്താ? അടുത്തത് 3rd സെക്കൻഡ്, അടുത്തത് 4th സെക്കൻഡ്, അടുത്തത് 5th സെക്കൻഡ്. അങ്ങനെ ഇരിക്കട്ടെ. ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡിൽ പൊസിഷൻ എത്രയായിരുന്നു? 10. രണ്ടാമത്തെ സെക്കൻഡിൽ പൊസിഷൻ എത്രയായിരുന്നു? 20. മൂന്നാമത്തെ സെക്കൻഡിൽ പൊസിഷൻ എത്രയായിരുന്നു? 30. നാലാമത്തെ സെക്കൻഡിൽ പൊസിഷൻ 40. അഞ്ചാമത്തെ സെക്കൻഡിൽ പൊസിഷൻ 50. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പാസിംഗ് ത്രൂ ഒറിജിൻ. ഒറിജിനിലൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരുന്നു, ബട്ട് ദേ ആർ പാരലൽ ടു ദ ടൈം ആക്സിസ്. ബട്ട് ഹിയർ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പാസിംഗ് ത്രൂ ഒറിജിൻ. ഒറിജിൻ ഏതാണെന്ന് അറിയാത്തവർക്ക് ഇതാണ് ഒറിജിൻ. ഇതാണ് ഒറിജിൻ. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. നോക്കിക്കോ. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എഴുതാൻ പോകുന്നത് പാസിംഗ് ത്രൂ ഇതെന്ന് പറഞ്ഞ ഒറിജിൻ എന്ന് പറയുന്നതിന് നമ്മൾ എഴുതാൻ പോകുന്നത് +1 പിള്ളേരുടെ രീതിയിലാണ് എഴുതാൻ പോകുന്നത്. ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ടൈം ആക്സിസിൽ ചരിഞ്ഞിരിക്കുന്നു. ഇൻക്ലൈൻഡ്. ഇനിയും ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് നിങ്ങളെല്ലാം വരച്ചോ കുഞ്ഞുങ്ങളെ? വരച്ചോ? എല്ലാരും വരച്ചോ? ഒന്ന് പറഞ്ഞേ. എല്ലാരും വരച്ചോ? ഓക്കെ. സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് gives velocity. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, പൊസിഷൻ ടൈം ഗ്രാഫ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അഥവാ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ ആണല്ലോ? അപ്പം ഇത് മസ്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. അതപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്, വെലോസിറ്റി എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിൻ്റെ താഴോട്ട് തന്നെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? അല്ല, ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. അതായത് വിച്ച് വിൽ ബി ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം നമുക്ക് 2 പോയിന്റ് ഈ ഗ്രാഫിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാം. ശ്രദ്ധിക്കണം, ഞാൻ പറയുമ്പോൾ എഴുത്ത് നിർത്തിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇതാണ് അടുത്ത പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? ഈ പോയിന്റിന്റെ ഈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞേ എന്തൊക്കെയാണ്? 3ഉം 40യുമാണ്. എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം പറയേണ്ടത് അല്ലേ? സോറി, 4ഉം 40യും അല്ലേ? 4ഉം 40യും 40യുമാണ്. ഓക്കെ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? 2ഉം 20യും ആണല്ലോ. ഇതാണ് നമ്മുടെ x1, ഇതാണ് നമ്മുടെ y1, ഇതാണ് നമ്മുടെ x2, ഇതാണ് നമ്മുടെ y2. ഇനി നമുക്ക് y2 മൈനസ് y1 x2 മൈനസ് ചെയ്യാമോ? ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നോക്കിക്കോളൂ, ഞാൻ തന്നെ ഇത് ഇങ്ങോട്ട് ഇച്ചിരി കയറ്റി വരയ്ക്കുകയാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ലോപ്പ് എന്തായിരിക്കും കിട്ടുക? വിച്ച് വിൽ ബി ഈക്വൽ ടു എത്രയാ? 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 വിൽ ഗെറ്റ് 20/2 വിച്ച് വിൽ ബി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ?
നമുക്കപ്പോൾ എന്താ കിട്ടുന്നത്? സ്ലോപ്പ് എടുത്ത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? വെലോസിറ്റിയാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് നോക്കിയോ, നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് എടുക്കാൻ വേണ്ടി വരയ്ക്കുന്നത്. ഈ ഭാഗത്ത് എന്തുവാ? ഇതിൻ്റെ വാല്യൂ. ഇതെന്താ? എക്സ് ആണ്. ഈ ഭാഗത്ത് എന്ത് ചെയ്താൽ കിട്ടുന്നത്? ടൈമാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്തായിരുന്നു പഠിപ്പിച്ചത്? വെലോസിറ്റി ആയിരുന്നു അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പം വേണമെങ്കിൽ ഒരു ഡോട്ട് കൂടി ഇട്ടിട്ട് എഴുതുക. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു വെലോസിറ്റി എന്ന് എഴുതിക്കും. ഈ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ, എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ ബുക്കിനകത്ത് കണ്ടില്ലെങ്കിൽ ആദ്യം മുതലുള്ള സാധനങ്ങളെല്ലാം ഞാൻ വീണ്ടും എഴുതിപ്പിക്കും. ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് കാണണം. ഈ ഗ്രാഫിനകത്ത് ഈ മാർക്കിങ്സ് എല്ലാം കാണണം. ഇതെല്ലാം ഇവിടെ കാണണം. അതിന് സമയം വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ തരാം. ഓക്കെ, ഇനി കോർഡിനേറ്റ് തരാതെ നിങ്ങളോട് പറയുക സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കോർഡിനേറ്റ് ഒന്നും തന്നിട്ടില്ല, ഗ്രാഫിൻ്റെ ഒരു കോർഡിനേറ്റും തന്നിട്ടില്ല, ചുമ്മാ ഒരു ഗ്രാഫ് തന്നിരിക്കുക. എന്നിട്ട് നിങ്ങളോട് പറയാം കോർഡിനേറ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, അതല്ലേ പറഞ്ഞ കോർഡിനേറ്റ് ഒന്നും തന്നിട്ടില്ല എന്ന്. പക്ഷേ അങ്ങനെ തരുവാണെങ്കിൽ ഒരു കാര്യം അവർ തരും. എന്താണെന്നറിയാമോ? വേണ്ട, അല്ല, ഇവിടെ ഒരു ആംഗിൾ തരും. ഇങ്ങനെ ഇവിടെ ഒരു ആംഗിൾ തരും. ഈ ആംഗിളിൻ്റെ ടാൻ വാല്യൂ എടുക്കുവാണെങ്കിൽ നമുക്ക് അതായിരിക്കും അതിൻ്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ 30 തന്നിരിക്കുന്നത്. ഈ ടാൻ 30 എടുക്കുവാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പ് തന്നെ ആയിരിക്കും വെലോസിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. അതും കൂടെ ഒന്ന് എഴുതി വെച്ചേര്. അതും അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക. താഴോട്ട് അടുത്ത ഡോട്ട് ഇട്ട് എഴുതുക. ടാൻ തീറ്റ ക്യാൻ ഓൾസോ ബി ടേക്കൺ ആസ് be taken as the slope of position time graph. Position time graph. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു സ്റ്റാർ ഇട്ട് എഴുതുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. ഇഫ് tan theta is less than 90 degree, velocity is positive, and if tan theta is greater than 90 degree, velocity is നെഗറ്റീവ് ആണ്. അതായത് ഇങ്ങനെ ഗ്രാഫ് നോക്കിയോ. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് പൊസിഷൻ എക്സ്, ഇത് ടി. റഫായിട്ടാണ്, നിങ്ങൾ റഫായിട്ട് വരച്ചാൽ മതി. ഗ്രാഫ് വേണ്ട അവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ പ്ലസ് വൺ ഒന്നും മനസ്സിലാകത്തില്ല. ഇവിടെ കൂടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിച്ചിട്ട് അത് എഴുതുക. നോക്കിയോ, മെല്ലുവിൻ്റെ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി നോക്കിയോ. അതായത് ഇങ്ങനെയാണ് ഗ്രാഫ് എങ്കിൽ ഇതാണല്ലോ തീറ്റ. ഈ തീറ്റ 90 ഡിഗ്രി ചെറുതാണോ വലുതാണോ? ചെറുതാ. അപ്പോൾ ഇവിടെ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ഇതിൽ നിന്നും കണ്ടുപിടിക്കുന്ന വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനിയും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പം ഇതായിരിക്കും നമ്മുടെ തീറ്റ. ഈ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കുന്ന സ്ലോപ്പായിട്ടുള്ള വെലോസിറ്റിയുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും.
എഴുതിക്കും. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് എഴുതിക്കോളൂ. കേസ് 3 എന്ന് എഴുതിക്കോളൂ. കേസ് 3 ബോഡി മൂവിങ് വിത്ത് അല്ലെ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ അതാണ് കേസ്. അപ്പം ഗ്രാഫ് മാത്രം പഠിച്ചാൽ അതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പിന്നെ അതിൻ്റെ ഇതും കൂടെ എഴുതുക. രണ്ട് ഗ്രാഫ് വരയ്ക്കുക. പൊസിഷൻ, ടൈം. ഈ ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇതുണ്ട് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് പോവുക, പാരബോളിക് ആയിരിക്കും. അതേപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് യൂണിഫോം ഡീസിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും എന്നറിയാം, ഇങ്ങനെയായിരിക്കും. അതും പാരബോളായിരിക്കും. ഇതും എക്സും ഇത് ടി. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ പോസിറ്റീവാണ്. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്. ഇവിടെ ആക്സിലറേഷൻ പോസിറ്റീവാണ്, ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവാണ്. അതൊന്നും വേണ്ട. യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ആക്സിലറേഷൻ്റെ ഒരു ഇതാണ് ഡീസിലറേഷൻ. ആക്സിലറേഷൻ്റെ ഗ്രാഫ് വേണ്ട ഇതാണ്. ഇത് മാത്രം വരച്ചാൽ മതി. അതിനകത്ത് ഇതും കൂടെ അങ്ങ് തന്നേ ഉള്ളൂ. പറഞ്ഞോ. അതിൻ്റെ ഇത് എഴുതിക്കോ, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതിക്കോ. ഫീച്ചേഴ്സ് മീൻസ് അതിൻ്റെ ആ ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ദ ഗ്രാഫ് ഈസ് പാരബോളിക് ഇൻ നേച്ചർ. ദ ഗ്രാഫ് ഈസ്
parabolic in nature. Parabolic in nature. Graph is parabolic in nature. രണ്ടാമത്തേത് slope of graph gives the velocity of particle. Velocity ഇതിന്റെ സ്ലോപ്പ് എടുത്താലും വെലോസിറ്റി തന്നെയാണ്. എല്ലാവരും പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. അടുത്തത് വെലോസിറ്റി ഇവിടെ നോട്ട് കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ആക്സിലറേറ്റ് ചെയ്യുമല്ലേ, അപ്പം ഈക്വൽ എമൗണ്ടിൽ കൂടി പോകാമെന്ന് അർത്ഥം. 50, 55, 60, 65 ഇന്നലെ നമ്മൾ പഠിപ്പിച്ചായിരുന്നു. അപ്പം വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ആക്സലേഷൻ യൂണിഫോം അല്ലേ, ആക്സലേഷൻ കോൺസ്റ്റന്റ് അല്ലേ ഇവിടെ? ഇവിടെ 50 കിലോമീറ്റർ പെർ അവർ നിന്ന് 55 കിലോമീറ്റർ പെർ അവർ ആയി. 5 സെക്കൻഡ് എടുത്തു. ആക്സലേഷൻ എന്താ? 55 മൈനസ് 50 ഡിവൈഡ് ബൈ 5, 5/5 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ഇതിൽ 55 നിന്ന് 60 ആയി. ടൈം 5 സെക്കൻഡ് തന്നെ. വെലോസിറ്റി കൂടിയില്ലേ ഇവിടെ? പക്ഷേ സെയിം ടൈം ഇൻ്റർവെൽ ഈക്വൽ എമൗണ്ടാണ് കൂടി പോകുന്നത്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ഇന്നലെ പഠിപ്പിച്ചതാ അത്. അതുകൊണ്ടാണ് അവിടെ എഴുതി വെക്കണമെന്ന് പറഞ്ഞത്. എഴുതിയായിരുന്നോ? ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നല്ലതായിട്ട് സൂഹിക്കും. കൊള്ളാം, നല്ല രസമുണ്ടെന്നൊക്കെ തോന്നും. കുറച്ച് ചാപ്റ്റർ അങ്ങോട്ട് പഠിച്ചു കഴിയട്ടെ, ഇതൊന്നും ഓർക്കത്തില്ല. അടുത്തൊരു കാര്യം കൂടെ എഴുതിക്കോ. വെലോസിറ്റി നമുക്ക് ഇതിന്റെ ഈ 3 ഗ്രാഫ് മതി. നമുക്ക് തൽക്കാലം നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന ഈ 3 ഗ്രാഫേ ഉള്ളൂ. അതായത് എന്താണ്, നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരച്ചത്. അതിന്റെ റെസ്റ്റിലുള്ള പാർട്ടിക്കിൾ വരച്ചു, യൂണിഫോം വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾ വരച്ചു, അതേപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷനിലുള്ള പാർട്ടിക്കിൾ വരച്ചു. ഇനി നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. എഴുതിക്കോളൂ. അതിൻ്റെ ഒരു കേസ് കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ വൈ ആക്സിസ് വെലോസിറ്റിയും എക്സ് ആക്സിസ് ടൈമും ആയിരിക്കും. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ വൈ ആക്സിസ് പൊസിഷനും എക്സ് ആക്സിസ് ടൈം എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ കേസ് 1 ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതായത് നമുക്കത് എന്താ വരയ്ക്കേണ്ടത്? നിങ്ങൾ വീട്ടിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോവാം. അപ്പം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോഴഞ്ചേരി പാലം വരെ വന്നപ്പം നിങ്ങളുടെ സ്പീഡ് 30 km/h ആണ്. ഓക്കെ, പിന്നീടുള്ള ഓരോ സെക്കൻഡിലും, ഓരോ സെക്കൻഡ് കൂട്ടാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഓരോ അവറിലും എന്തെങ്കിലും ആയിക്കോട്ടെ, ഓരോ സെക്കൻഡ് കൂട്ടാൻ തൽക്കാലം 30 മീറ്റർ നാം കൂട്ടാമേ. 30 മീറ്റർ നാം കൂട്ടാൻ തൽക്കാലം 30 മീറ്റർ. അപ്പം ആദ്യത്തെ സെക്കൻഡിൽ നിങ്ങൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ആദ്യത്തെ സെക്കൻഡിൽ കവർ ചെയ്തത് 30 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. രണ്ടാമത്തെ സെക്കൻഡിൽ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസ് 30 മീറ്റർ ആണ് ഇല്ലേ? അടുത്ത സെക്കൻഡിൽ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 30 മീറ്റർ ആണെങ്കിൽ ഓരോ ഡിസ്റ്റൻസിലും ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും ഇല്ലേ? അപ്പം ബോഡി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ അല്ലാതെ ജസ്റ്റ് ഒന്ന് ഇത് തരാം, നോക്കിയോളൂ. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. 30 മീറ്റർ ട്രാവൽ ചെയ്തത് 1 സെക്കൻഡും കൊണ്ട്. അടുത്ത 30 മീറ്റർ ട്രാവൽ ചെയ്തിട്ട് 60 മീറ്ററായി, അത് ട്രാവൽ ചെയ്തതും 1 സെക്കൻഡ് കൊണ്ട്.
അടുത്ത 30 മീറ്റർ ട്രാവൽ ചെയ്തിട്ട് 90 സെക്കൻഡായി, അത് ട്രാവൽ ചെയ്തതും 1 സെക്കൻഡും കൊണ്ട്. ഈ കണ്ടീഷനാണ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. പറയും ഈ കണ്ടീഷനാണ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഏതാ? അതുകൊണ്ടാണല്ലോ വെലോസിറ്റി എന്ന് വന്നത്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. സ്പീഡ് എന്ന് പറഞ്ഞാലാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ടത്, ഡിസ്റ്റൻസും കൂടെ വരാമല്ലോ. ഇതിപ്പോൾ വെലോസിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയോ, നമുക്ക് ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഗ്രാഫ് തന്നെ ഇങ്ങനെ വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നോക്കിയോ, ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. നോക്കിക്കോളൂ, ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം. ഞാൻ വെലോസിറ്റി ആണേ, വെലോസിറ്റി 10, 20, 30. ഓക്കെ. ടൈം 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 0 തൊട്ട് 30 വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തിയപ്പോൾ എൻ്റെ വെലോസിറ്റി എത്രയായിരുന്നു? 30/1 എത്രയായിരുന്നു? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും അത് തന്നെയല്ലേ 30 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ അത് തന്നെയല്ലേ 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സെക്കൻഡിലും ഞാൻ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് വന്നപ്പോഴും എൻ്റെ സ്പീഡ് എത്ര തന്നെ? 30. അടുത്തതും 30. അടുത്തത് എത്രയാണ്? 30. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പാരലൽ ടു ടൈം ആക്സിസ്. എന്താണ് എഴുതിക്കും? ഓക്കെ. ഇതിൻ്റെ ഒരു ഇതും കൂടെ അതിൻ്റെ സ്പെഷ്യാലിറ്റിയും കൂടെ വരച്ചിട്ട് നമുക്ക് എഴുതാം. വെലോസിറ്റി ഇവിടെ എന്താ? വെലോസിറ്റി എന്താ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആണോ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? ഗ്രാഫ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ഇല്ലേ? പാരലൽ ടു ടൈം ആക്സിസ്. ടൈം ആക്സിസ്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തോണം. ഏരിയ ഓഫ് ദിസ് ഗ്രാഫ് പുതിയതാണ്. ഏരിയ ഓഫ് ദിസ് ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഈ ഗ്രാഫിൻ്റെ ഏരിയ നിങ്ങൾ എടുക്കുവാണെങ്കിൽ, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നിങ്ങൾ എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? അപ്പം ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതുണ്ട്, ഞാൻ ജസ്റ്റ് ഈ ഗ്രാഫിനെ ഇതുണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുകയാണ്. അതായത് അതുകൊണ്ട് ഇങ്ങനെ കണ്ടോ, ഇത് ഗ്രാഫ് കവർ ചെയ്തതുകൊണ്ട് ഇത്രയും ഭാഗം കണ്ടോ, ഇത്രയും ഏരിയ എടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, ഏരിയ എടുത്തു കഴിഞ്ഞാൽ 4 സെക്കൻഡാണ്. 4 സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ, ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഏത് ഷേപ്പ് ആവുന്നിരിക്കുന്നത്? റെക്റ്റാങ്കിൾ ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഏരിയ വേണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈസ് ഈക്വൽ ടു ഗിവൺ ഫിഗർ അനുസരിച്ച് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ? അതായത് ടൈമാണ് ഇല്ലേ? ടൈം ഇൻറ്റു എന്താ? ടൈം ഇൻറ്റു എന്താ? ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണ് ഇല്ലേ? അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് ഇല്ലേ? അല്ല, ഇവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഏരിയ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഡൗട്ടുള്ളവർ ചോദിക്കുക. മെൽവിൻ ഡൗട്ടുണ്ടോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ ചോദിക്കുക.
ക്ലിയർ ആണോ നിങ്ങളെ? ഓക്കെ, ഇനി കേസ് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കേസ് 2 ഒരു ഡെറിവേഷനാണ്. കേസ് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിപ്പോൾ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാം ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു. ഞാൻ ഓരോരുത്തരോടും ചോദിക്കുവാണ്. പാർവണയൊക്കെ ആണോ? പാർവണ ഓക്കെ ആണ് സർ. ഓക്കെ, അനഘ ഓക്കെ ആണ് സർ. ഓക്കെ, അനുഷ്ക ഒക്കെ ആണോ? അനുഷ്ക, ജ്യോതിസ്, സൂര്യഗായത്രി ഓക്കെ ആണ് സർ. ക്രിസ്ത്യൻ, ഓക്കെ സർ. അമൽ, ഓക്കെ ആണ് സർ. അക്ഷയ, ഓക്കെ ആണ് സാർ. ഓക്കെ ആണ് സർ. ഓക്കെ. ജ്യോതിസ് ഓക്കെ ആണെന്നാണോ പറഞ്ഞത്? ജ്യോതിസ് ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി തിങ്കളാഴ്ച, അടുത്ത ക്ലാസ് തിങ്കളാഴ്ച. Thank you, sir. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ.